അത്യുന്നതനായ ദൈവത്തെ നമുക്ക് ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുത്താം. നമുക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവം ഈ ദിവസം നമ്മുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അറിഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ വചനത്താൽ ഉണർത്തപ്പെട്ട് ഇന്ന് മുഴുവൻ ആത്മീയ ചിന്തകളാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടുവാനായി നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ വചനധ്യാനത്തിനായി 2 കൊരിന്ത്യർ 1-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഭക്തന്മാരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പെരുകുന്നത്, കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവർ ദൈവസന്നിധിയിൽ ആത്മീക പക്വതയുള്ളവരും ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾക്ക് കൂട്ടാളികളും പങ്കാളികളും ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഈ ഉയർന്ന ആത്മീയ അനുഭവം പ്രാപിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടതകൾ അനുവദിക്കുന്നു. ആരും ഇഷ്ടപ്പെടുന്നില്ല ജീവിതത്തിൽ കഷ്ടതകൾ. എന്നാൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾക്ക് നാം എല്ലാവരും സ്തോത്രം ചെയ്യണം. ശരിയായ ആത്മീക അഭ്യസനം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം കഷ്ടതകളിലൂടെ കടന്നുപോയേ മതിയാവും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കേണ്ടതിനൊക്കെ നീക്കുവാൻ നമ്മെ സഹായിക്കും. വിട്ടുകളയേണ്ടത് വിട്ടുകളയുകയും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുകയും പറ്റിച്ചേരേണ്ടതിനോട് പറ്റിച്ചേരുകയും വേർപെടേണ്ടതിനോട് വേർപെടുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തെ ദൈവം താഴ്ത്തുമ്പോഴാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കണം. നമ്മെ തകർക്കുവാനോ മുടിക്കുവാനോ അല്ല നമ്മുടെ ജീവിതത്തിലെ ഒരു ശോധനകളും, മറിച്ച് നമ്മെ പണിതെടുത്ത് നല്ല പാത്രം, യജമാനന് പ്രയോജനമുള്ള ഒരു പാത്രം പോലെ നമ്മെ ആക്കുവാൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. പഴയ നിയമവിശുദ്ധന്മാരെ ദൈവം കാലാകാലങ്ങളിൽ ഉപയോഗിച്ച ഭക്തന്മാരെ പഠിച്ചാൽ അവരിൽ നിന്നും വ്യത്യസ്തമായ നിലയിലാണ് ദൈവം പുതിയ നിയമ ഉടമ്പടിയിൽ തൻ്റെ ഭക്തന്മാരെ നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശിംശോനും ദാവീദുമൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടവരും ദൈവം വളരെ ശക്തമായി കരങ്ങളിൽ ഉപയോഗിച്ചവരും ജനത്തിന് പ്രയോജനപ്പെട്ടവരുമാണ്. ശിംശോൻ്റെ ജീവിതത്തിൽ അവൻ സിംഹത്തെ നേരിട്ടതായിട്ട് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമ ഉടമ്പടിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന ഓരോ വ്യക്തികളും സിംഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടതായിട്ടില്ലെന്നാൽ അവരുടെ ജഡത്തിൽ വസിക്കുന്ന പാപമാകുന്ന മോഹങ്ങളാകുന്ന സിംഹങ്ങളെ അവർ ജയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം കഷ്ടം അനുഭവിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിലെ പാപം വിട്ടൊഴിയുവാൻ നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ പണിപ്പുരയിലാണ് നാം ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഒരു ക്ലാസ് റൂമിൽ അടച്ചിട്ട മുറിക്കകത്ത് സയൻസും മലയാളവും ഇംഗ്ലീഷും ചരിത്രവും ഒക്കെ പഠിക്കുന്നത് പോലെ പഠിച്ച് ദൈവത്തിൻ്റെ ആലോചനകൾ പ്രാപിക്കാം എന്ന് നാം ആരും ധരിക്കരുത്. അതൊക്കെ സെക്കുലർ ലോകത്ത് നടക്കുന്ന സംവിധാനങ്ങളാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവശബ്ദം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ഇതൊക്കെ ഒരു ക്ലാസ് റൂമിനകത്ത് സയൻസ് പഠിക്കുന്നത് പോലെ ഏതെങ്കിലും നിലയിൽ നമുക്ക് പഠിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. മറിച്ച് അത് ജീവിതത്തിലെ കാഠിന്യമേറിയ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായി പഠിപ്പിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് നമുക്ക് മുന്നേറുവാൻ ദൈവം ഇത് അനുവദിക്കുന്നു എന്നതോർത്ത് സ്തോത്രം ചെയ്യണം. ജഡത്തിലെയും ആത്മാവിലെയും എല്ലാ കന്മഷങ്ങളിൽ നിന്നും
നാം നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുകയും യേശു നിർമ്മലനായിരുന്നതുപോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി എക്കാലത്തും നിൽപ്പാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് വേറെ യാതൊരു മാർഗവും ദൈവം വെച്ചിട്ടില്ല. ആ ചിന്ത നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് മറ്റുള്ളവർക്കും നാം ഒരു അനുഗ്രഹമായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞ ഭാഗം ഏതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന്, ഞങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ദൈവം ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളാണ് ഞങ്ങളെ ശക്തരാക്കിയത്, പ്രാപ്തരാക്കിയത്. ആ പ്രാപ്തി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയാണ്. വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് വേദനയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. രോഗം ശീലിച്ചവർക്ക് മാത്രമേ, രോഗത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ കാണുമ്പോൾ സഹതാപം ഉണ്ടാവുകയുള്ളൂ. വിശപ്പും ദാഹവും അനുഭവിച്ച് വളർന്നവർക്ക്, പട്ടിണിയും ദാരിദ്ര്യവും ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് മാത്രമേ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കാണുമ്പോൾ സഹതപിച്ച് മനസ്സലിഞ്ഞ് അവരുടെ ആശ്വാസവാക്കുകൾ പറഞ്ഞവരെ ധൈര്യപ്പെടുത്തുവാനുള്ള പ്രാപ്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന കഷ്ടങ്ങൾ നാളെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മെ ശക്തരാക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കഷ്ടതകളിൽ പിറുപിറുക്കാതെ ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും കൃപ നൽകണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു